2016 പിണറായി വിജയന്റെ സർക്കാർ അധികാരമേറ്റെടുത്തതു മുതൽ കേട്ടുകേൾവികളില്ലാത്ത അഴിമതികളാണ് കേരളത്തിൽ നടന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അന്ത്യകാലത്ത് ഒരു വമ്പൻ ഇടപാട് നടന്നിരുന്നു. അതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ബൂർഷ്വാ രാജ്യമെന്ന് അധിക്ഷേപിക്കുന്ന അമേരിക്കയിലെ EMCC എന്ന ബഹുരാഷ്ട്ര കമ്പനിയുമായി നടത്തിയ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി. 2021 പൊതു തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 2 മാസം മാത്രമുള്ളപ്പോഴായിരുന്നു ഇത്. പിണറായി സർക്കാരിൻ്റെ എല്ലാ ഇടപാടുകളെയും പോലെ ഇതും അതീവ രഹസ്യമായിട്ടായിരുന്നു. മുന്നണിയിൽ ചർച്ച ചെയ്യുകയോ ഘടകകക്ഷികളെ അറിയിക്കുകയോ ചെയ്തില്ല. ഇതൊന്നും ചെയ്യാതെ പദ്ധതി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടേത്. ഈ സമയത്താണ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഈ കള്ളത്തരം കൈയോടെ പിടികൂടിയത്. അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെ അമൂല്യമായ മത്സ്യസമ്പത്ത് ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിക്ക് പിണറായി വിജയൻ്റെ സർക്കാർ അടിയറവ് വയ്ക്കുമായിരുന്നു. കേൾക്കുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഈ പദ്ധതിയുടെ ഇടപാടുകൾ. ഏകദേശം 6000-ഓളം കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ഇത്. EMCC ഇൻ്റർനാഷണൽ എന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായിരുന്നു ഈ പദ്ധതിയുടെ പിന്നിൽ. 400 അത്യാധുനിക ട്രോളറുകളും 5 മദർഷിപ്പുകളും അത്യാധുനിക വലകളും ഉപയോഗിച്ച് കേരളത്തിൻ്റെ പുറം കടലിൽ ആഴത്തിലുള്ള മത്സ്യബന്ധനം നടത്തുക. ഇങ്ങനെ കിട്ടുന്ന മത്സ്യം കേരളത്തിൽ നിർമ്മിക്കുന്ന EMCCയുടെ സംസ്കരണശാലകളിൽ സംസ്കരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. ഇതിനായി മാത്രം കേരളത്തിൽ 200 സംസ്കരണശാലകൾ. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് ഇത്രയും മത്സ്യം കൈകാര്യം ചെയ്യുന്നതിന് ശേഷിയില്ലാത്തതുകൊണ്ട് 7 തുറമുഖങ്ങൾ വികസിപ്പിക്കാനും പദ്ധതിയുണ്ടായിരുന്നു. 2020 കൊച്ചിയിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വെച്ചാണ് EMCC ഇൻ്റർനാഷണലിൻ്റെ സബ്സിഡിയറി കമ്പനിയായ EMCC ഇന്ത്യയുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടത്. ഇതിനുശേഷം ചേർത്തല പള്ളിപ്പുറത്ത് ഫുഡ് പാർക്കിൽ KSIDC EMCCക്ക് 4 ഏക്കർ ഭൂമി അനുവദിച്ചു. 2021 ഫെബ്രുവരി 3-നായിരുന്നു ഇത്. പദ്ധതിയുടെ ഭാഗമായി കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ EMCCയുമായി ഉപധാരണാപത്രത്തിൽ ഒപ്പിട്ടു. 400 ആഴക്കടൽ ട്രോളറുകൾ നിർമ്മിക്കുന്നതിനും 5 വൻകിട കപ്പലുകൾ വാങ്ങുന്നതിനും 7 മത്സ്യബന്ധന തുറമുഖങ്ങൾ നവീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലാണ് ഒപ്പിട്ടത്. 2021 ഫെബ്രുവരി 21-നായിരുന്നു ഇത്. EMCCക്ക് ട്രോളറുകൾ നിർമ്മിക്കാനുള്ള അടിസ്ഥാന സൗകര്യമാണ് KSINC ഒരുക്കി കൊടുക്കേണ്ടത്. ഒരു ട്രോളറിന് ചെലവ് 2 കോടി രൂപ. അപ്പോൾ 400 ട്രോളറുകൾക്ക് 800 കോടി രൂപ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കീശയിലേക്ക് എത്ര കോടി രൂപ ഒഴുകിയെത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നേട്ടമായി ഈ സംരംഭത്തെ വിശേഷിപ്പിച്ചു KSINC. പത്രക്കുറിപ്പുകളും വീഡിയോകളും ഇറക്കി അവരിത് പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് KSINC എന്നായിരുന്നു ആ വിളംബരത്തിൻ്റെ ഹൈലൈറ്റ്. ഇതിനെല്ലാം ശേഷം പദ്ധതി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി പോകുമ്പോഴാണ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുന്നത്. 2021 ഫെബ്രുവരി 19-ന് കൊല്ലത്ത് വെച്ച് രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനം നടത്തി. നമ്മുടെ മത്സ്യമേഖല കൊള്ളയടിക്കാൻ പിണറായി വിജയൻ്റെ സർക്കാർ തയ്യാറാക്കുന്ന ഒരു പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നായിരുന്നു ആ പത്രസമ്മേളനത്തിൽ ചെന്നിത്തല വെളിപ്പെടുത്തിയത്. ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ 1-2 വർഷം കൊണ്ട് കേരളത്തിൻ്റെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് ചെന്നിത്തല കണക്കുകൂട്ടി. കേരളത്തിൻ്റെ മത്സ്യസമ്പത്ത് അമൂല്യമാണ്. അത് കൊള്ളയടിക്കാൻ അന്തർദേശീയ ശക്തികളും കമ്പനികളും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ശക്തമായ ചെറുത്തുനിൽപ്പുകളിലൂടെ കേരളം ആ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി. പടുകൂറ്റൻ കപ്പലുകൾ ഉപയോഗിച്ച് വിദേശ കമ്പനികൾ മത്സ്യബന്ധനം നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി എതിർത്ത ചരിത്രമാണുള്ളത്. ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം മുന്നിൽ അന്ന് CPM-ഉം ഉണ്ടായിരുന്നു. പക്ഷേ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ പഴയതെല്ലാം മറന്ന് ഒരു വിദേശ കമ്പനിക്ക് കേരളത്തിൻ്റെ മത്സ്യബന്ധന തീരം തുറന്നുകൊടുക്കാൻ തയ്യാറായത് ഇടതു കേന്ദ്രങ്ങളെപ്പോലും അമ്പരപ്പിച്ചു. ആവശ്യമായ പഠനങ്ങളോ വിശകലനങ്ങളോ ഒന്നും നടത്തിയില്ല. പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തില്ല. പിണറായി സർക്കാരിൻ്റെ എല്ലാ അഴിമതികളെയും പോലെ ഈ വിഷയത്തിലും മുന്നണിയും ഘടകകക്ഷികളും അജ്ഞരായിരുന്നു. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു അത്. ഇതെല്ലാം തകിടം മറിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ആഴക്കടൽ മത്സ്യബന്ധന കൊള്ള. 2021 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്ര കൊല്ലത്ത് എത്തിയപ്പോഴാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കൾ സർക്കാർ രഹസ്യമായി നടത്തുന്ന ആഴക്കടൽ മത്സ്യബന്ധന കൊള്ളയുടെ സൂചനകൾ പ്രതിപക്ഷ നേതാവിന് നൽകുന്നത്. ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലായതോടെ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചു.
ആദ്യം ചെന്നിത്തല പുറത്തുവിട്ടത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമായിരുന്നു. സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കി ബാക്കി രേഖകൾ പുറത്തുവിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രം. ചെന്നിത്തല പ്രതീക്ഷിച്ചതുപോലെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും പിണറായി വിജയന്റെ സർക്കാരും അദ്ദേഹത്തിൻ്റെ കെണിയിൽ വീണു. കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടിയാലും യാതൊരു ഉളുപ്പുമില്ലാതെ അതെല്ലാം നിഷേധിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് CPM-കാർ. ചെന്നിത്തലയുടെ ആരോപണങ്ങളും മേഴ്സിക്കുട്ടിയമ്മയും വ്യവസായ മന്ത്രി EP ജയരാജനും പിണറായി വിജയനും നിഷേധിച്ചു. അവർ കരുതിയത് ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുമെന്നാണ്. പക്ഷേ പിണറായിക്കും കൂട്ടർക്കും തെറ്റി. ചെന്നിത്തലയുടെ കയ്യിൽ എന്തൊക്കെ രേഖകളുണ്ട് എന്നുള്ളത് ഇവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയുടെ ഓരോ ആരോപണങ്ങളും ഒരു മനസ്സാക്ഷിയുമില്ലാതെ പിണറായിയും കൂട്ടരും നിഷേധിച്ചു. ഇങ്ങനെ നിഷേധിക്കുന്നതനുസരിച്ച് ചെന്നിത്തല അതിൻ്റെ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ടിരുന്നു. എന്ത് EMCC, ഏത് EMCC എന്നൊക്കെ ചോദിച്ചു മേഴ്സിക്കുട്ടിയമ്മ. EMCC അധികൃതരുമായി ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല എന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകൾ, ധാരണാപത്രം ഒപ്പിടൽ, ഭൂമി അനുവദിക്കൽ, EMCCയുമായി അനുബന്ധ MOU ഒപ്പിടൽ ഇതൊരു ചരിത്ര നേട്ടമാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട് പത്രക്കുറിപ്പിറക്കലും വീഡിയോ നിർമ്മിക്കലും, ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം പിണറായിയും കൂട്ടരും ഇതൊക്കെ നിഷേധിച്ചു എന്നുള്ളതാണ് അത്ഭുതം. നിഷേധിക്കുന്നതിന് പകരം ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും സർക്കാർ ഇത്രയേറെ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. പിണറായി വിജയനും മന്ത്രിമാരും കണ്ണും പൂട്ടി ഇതെല്ലാം നിഷേധിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല കുറച്ചു തെളിവുകൾ മാത്രം ആദ്യം പുറത്തുവിട്ടത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നമ്മുടെ മത്സ്യമേഖലയെയും കടലിനെയും ഒരു വൻകിട അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ തൻ്റെ ആദ്യ പത്രസമ്മേളനത്തിൽ ചെന്നിത്തല വെളിപ്പെടുത്തിയത്. 2018 ന്യൂയോർക്കിൽ വെച്ച് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായി EMCC പ്രതിനിധികൾ നടത്തിയ ചർച്ചയാണ് ഈ ഇടപാടിന് തുടക്കം കുറിച്ചത് എന്നാരോപിച്ച രമേശ് ചെന്നിത്തല ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചു. ഈ പദ്ധതി നടപ്പിലാക്കാനായി 2019 മത്സ്യനയത്തിൽ മാറ്റം വരുത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമിത ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കോണ്ടിനെന്റൽ ഷെൽഫ് ഏരിയയിൽ നിന്ന് നിലവിലെ മത്സ്യബന്ധന സമ്മർദ്ദം കോണ്ടിനെന്റൽ സ്റ്റോപ്പ് ഏരിയയിലേക്ക് മാറ്റപ്പെടുന്നതിന് പുറം കടലിൽ ബഹുദിനം മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകും. എന്നുവെച്ചാൽ ട്രോളറുകൾക്കും കപ്പലുകൾക്കും പുറം കടലിൽ ദിവസങ്ങളോളം നങ്കൂരമിട്ട് മത്സ്യബന്ധനം നടത്തുന്നതിന് പ്രോത്സാഹനം നൽകുമെന്ന്. EMCCയുമായി ചേർന്ന് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തണമെന്ന പദ്ധതി ആലോചിച്ചതിനു ശേഷമാണ് സർക്കാർ ഈ നയമാറ്റം വരുത്തിയതെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിക്കുമെന്നും വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുമുള്ള മോഹന വാഗ്ദാനങ്ങളാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ മത്സ്യസമ്പത്ത് മുഴുവനായി തൂത്തുവാരുന്നതോടെ 2-3 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ മത്സ്യസമ്പത്ത് ഇല്ലാതാകും. ലോകത്ത് പലയിടങ്ങളിലും സംഭവിച്ചതുപോലെ ഇവിടെയും മത്സ്യമേഖല നശിക്കും. രമേശ് ചെന്നിത്തലയുടെ ഈ പത്രസമ്മേളനം മലയാളത്തിലെ ചാനലുകൾ പൂർണ്ണമായി സംപ്രേഷണം ചെയ്തു. പിണറായി സർക്കാരിൻ്റെ പല അഴിമതികളും പുറത്തു കൊണ്ടുവന്ന ചെന്നിത്തലയുടെ വിശ്വാസ്യത വർദ്ധിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. പിണറായി സർക്കാരിൻ്റെ ഒരു അഴിമതി കൂടി പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത ചെയ്തു. എന്നാൽ ചെന്നിത്തലയുടെ മാനസിക നില ഈയിടെയായി തെറ്റിയിരിക്കുന്നു എന്നാണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചത്. ആരോപണങ്ങൾ അസംബന്ധമാണ്. ഫിഷറീസ് വകുപ്പിന് മുന്നിൽ ഇങ്ങനെയൊരു പദ്ധതി വരികയോ കരാറിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. ന്യൂയോർക്കിൽ പോയത് യുണൈറ്റഡ് നേഷൻസിൻ്റെ വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാനാണ്, അല്ലാതെ ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. മുങ്ങിച്ചാകാൻ പോകുമ്പോൾ എവിടെയെങ്കിലും കയറി പിടിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. ഇങ്ങനെയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ ന്യായം. പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ പറയുന്നു എന്നാണ് വ്യവസായ മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചത്. അന്ന് വൈകുന്നേരം മലയാളത്തിലെ ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലിലെ ചർച്ചാ വിഷയം തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു. ന്യൂയോർക്കിൽ പോയത് വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു എന്നും അവിടെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ന്യൂയോർക്കിൽ വെച്ച് മന്ത്രിയെ കണ്ടെന്നും സംസാരിച്ചെന്നും EMCC പ്രതിനിധികൾ അതേ ചർച്ചയിൽ അതേ സമയത്ത് വെളിപ്പെടുത്തി. പിറ്റേന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞതിൽ എനിക്ക് പരിഭവമില്ല. സ്പ്രിംഗ്ലർ മൊബിലിറ്റി തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പ്രത്യേക മാനസികാവസ്ഥയിലാണെന്നും എൻ്റെ മനോനില തെറ്റിയിരിക്കുകയാണ് എന്നുമാണ്. പക്ഷേ പിന്നീട് കേരളം കണ്ടത് സ്പ്രിംഗ്ലറും മൊബിലിറ്റിയും പിണറായി വിജയൻ്റെ അഴിമതികളായിരുന്നു എന്നുള്ളതാണ്.
ഈ പത്രസമ്മേളനത്തിൽ 2 രേഖകൾ കൂടി ചെന്നിത്തല പുറത്തുവിട്ടു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് EMCC 2019 ഓഗസ്റ്റ് 3 സമർപ്പിച്ച കോൺസെപ്റ്റ് നോട്ടാണ് ഒന്നാമത്തേത്. ഓഗസ്റ്റ് 2 ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് EMCC നൽകിയ കത്തായിരുന്നു രണ്ടാമത്തേത്. ഇതിനു മുൻപ് തന്നെ വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജന് EMCC നൽകിയ കത്തും ചെന്നിത്തല പുറത്തുവിട്ടിരുന്നു. 5000 കോടി രൂപയുടെ ഈ പദ്ധതി മന്ത്രിസഭയിൽ വയ്ക്കണമെന്നും എത്രയും പെട്ടെന്ന് അംഗീകാരം നൽകണമെന്നും പദ്ധതിക്കുള്ള ക്ലിയറൻസുകൾ വേഗത്തിൽ നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത്. ഈ 3 രേഖകളിലും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായി തങ്ങൾ ന്യൂയോർക്കിൽ വെച്ച് നടത്തിയ ചർച്ചയെക്കുറിച്ച് EMCC പ്രതിനിധികൾ പറയുന്നുണ്ട്. ഇത് വെറുമൊരു കുട്ടിക്കളിയായിരുന്നില്ല, മറിച്ച് വളരെ ഗൗരവപൂർവമാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് എന്ന തെളിവുകൾ നിരത്തി ചെന്നിത്തല സ്ഥാപിച്ചു. EMCCക്ക് 4 ഏക്കർ സ്ഥലം അനുവദിച്ചതും ട്രോളറുകളും സംസ്കരണ പ്ലാന്റും മറ്റും നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിൻ്റെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി കരാർ ഒപ്പിട്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. ഇത്രയും വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് സർക്കാരും മുഖ്യമന്ത്രിയും പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതല്ലേ എന്നായിരുന്നു ചെന്നിത്തലയുടെ ചോദ്യം. പച്ചക്കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞതോടെ മേഴ്സിക്കുട്ടിയമ്മ കളം മാറ്റിച്ചവിട്ടി. ന്യൂയോർക്കിൽ വെച്ച പലരും തന്നെ വന്നു കണ്ട കൂട്ടത്തിൽ EMCCക്കാരും ഉണ്ടായിരുന്നിരിക്കാമെന്നും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പുതിയ നിലപാട്. ഇതിന് ചെന്നിത്തല മറുപടി പറഞ്ഞത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് EMCC പ്രതിനിധികൾ മന്ത്രിയുമായി ചർച്ച നടത്തുന്ന ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു. ഇത് സർക്കാരിൻ്റെയും ഇടതു കേന്ദ്രങ്ങളുടെയും തലയിൽ ഇടുത്തി പോലെ വന്നു വീണു. സർക്കാർ തീർത്തും പ്രതിരോധത്തിലായി. ഒടുവിൽ EMCCക്കാർ തന്നെ വന്നു കണ്ടിരുന്നു എന്ന് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയും അവർ ഉരുണ്ടുകളിച്ചു. EMCCക്കാർ വന്ന് പദ്ധതിയുടെ വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അത് നടപ്പില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ പുതിയ വാദം. മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും താൻ ചെയ്യില്ല എന്നുകൂടി മന്ത്രി തള്ളിമറിച്ചു. പദ്ധതി നടപ്പില്ല എന്ന് പറഞ്ഞു തിരിച്ചയച്ചെങ്കിൽ പിന്നെ എന്തിനാണ് പള്ളിപ്പുറത്ത് 4 ഏക്കർ സ്ഥലം അവർക്ക് നൽകിയത്? എന്തിനായിരുന്നു ട്രോളർ നിർമ്മാണത്തിനും മറ്റുമായി ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ EMCCയുമായി കരാറുണ്ടാക്കിയത്? ഇതായിരുന്നു ചെന്നിത്തലയുടെ അടുത്ത ചോദ്യങ്ങൾ. അതുമാത്രമല്ല, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ പദ്ധതി വിളംബരം ചെയ്തുകൊണ്ട് അന്നിറക്കിയ പത്രക്കുറിപ്പും ചെന്നിത്തല പുറത്തുവിട്ടു. ആ പത്രക്കുറിപ്പിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ആഴക്കടൽ മത്സ്യബന്ധനം. അമേരിക്കൻ കമ്പനിയും KSINCയുമായി 2950 കോടി രൂപയുടെ പദ്ധതിക്ക് ധാരണ. ആ പത്രക്കുറിപ്പിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയായിരുന്നു: കേരളത്തിൻ്റെ മത്സ്യബന്ധന മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനുതകുന്ന 2950 കോടി രൂപയുടെ പദ്ധതിക്കായി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും അമേരിക്കൻ കമ്പനിയായ EMCC ഇന്റർനാഷണലും കൈകോർക്കുന്നു. KSINC MD N പ്രശാന്തും EMCC ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസിഡന്റ് ഷിജു വർഗീസും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് KSINC. പദ്ധതിയുടെ വിശദാംശങ്ങളും അത് തൊഴിലാളികൾക്കുണ്ടാക്കുന്ന തൊഴിലവസരങ്ങളും സംസ്ഥാനത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങളും ഈ പത്രക്കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായിരിക്കും ഈ പദ്ധതിയെന്നും പത്രക്കുറിപ്പിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പുറത്തുവിട്ടുകൊണ്ടാണ് ഇനിയും കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടോ എന്ന് ചെന്നിത്തല ചോദിച്ചത്. കള്ളം പൊളിഞ്ഞതോടെ എങ്ങനെയും സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പിണറായി വിജയനും EP ജയരാജനും. ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സർക്കാരോ സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പോ EMCCയുമായി ഇതുവരെ ഒരു കരാറിലും ഒരു ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ല എന്ന നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞു പിണറായി വിജയൻ. അസന്റ് പോലുള്ളവ നടക്കുമ്പോൾ പല പദ്ധതികളുമായും പലരും വരും, പല ധാരണാപത്രങ്ങളിലും ഒപ്പിട്ടെന്നും വരും. അതൊന്നും നടപ്പിലാകണമെന്നില്ല. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മുടന്തൻ ന്യായം. എന്നു മാത്രമല്ല, ഫിഷറീസ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീടായിരിക്കും സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് എത്തുക എന്നുകൂടി പറഞ്ഞ പിണറായി വിജയൻ നേരിട്ട് നോക്കുന്ന കോർപ്പറേഷനെയും തള്ളിപ്പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിച്ചു. അരിയും തിന്നു ആശാരിച്ചിയെയും കടിച്ചു എന്ന് പറയുന്നത് പോലെ ഈ കള്ളങ്ങളെല്ലാം തുറന്നു കാണിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ നേർക്കായി പിണറായിയുടെ രോഷം. EMCCക്കാർ വ്യവസായ മന്ത്രി EP ജയരാജന് നൽകിയ കത്ത് എങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലെത്തി എന്നായിരുന്നു പിണറായി വിജയൻ്റെ ചോദ്യം. എന്നു മാത്രമല്ല, ഇതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്നും കൂടി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. തങ്ങൾ ചെയ്തു കൂട്ടാനൊരുങ്ങിയ ഒരു വൻ അഴിമതി പുറത്തു കൊണ്ടുവന്നതിലൂടെ വിവാദം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു പിണറായി വിജയൻ്റേത്. ഇതെല്ലാം കേട്ട് രമേശ് ചെന്നിത്തല വെറുതെ ഇരുന്നില്ല.
അദ്ദേഹം കുറിക്കുകൊള്ളുന്ന മറുപടി നൽകി. അത് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ദുരൂഹത കാണേണ്ട കാര്യമൊന്നുമില്ല. ഉണർന്നിരിക്കുന്ന പ്രതിപക്ഷത്തിന് കിട്ടേണ്ട രേഖകൾ എല്ലാം കിട്ടും. ഭരണക്കാരുടെ അതിക്രമങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. നിറവേറ്റാൻ സന്നദ്ധതയുണ്ടെങ്കിൽ സർക്കാർ ഒളിച്ചുവെക്കുന്ന എല്ലാ രേഖകളും പറന്നുവരും. ഇത്രയും പറഞ്ഞിട്ടും ചെന്നിത്തല അടങ്ങിയില്ല. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ നിരത്തി. മന്ത്രി ഇ പി ജയരാജൻ സ്വന്തം ലെറ്റർ പാഡിൽ, സ്വന്തം കൈപ്പടയിൽ, സ്വന്തം മരുമകന് ജോലി കൊടുക്കാൻ ഇറക്കിയ ഉത്തരവ് എനിക്ക് കിട്ടിയില്ലേ? അങ്ങനെയല്ലേ അന്ന് ഇ പി ജയരാജന് രാജിവെക്കേണ്ടി വന്നത്? മുഖ്യമന്ത്രി അത് മറന്നുപോയോ? പിന്നീട് ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാട്, മസാല ബോണ്ട്, ട്രാൻസ്ഗ്രിഡ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ എത്ര അഴിമതി രേഖകൾ പ്രതിപക്ഷ നേതാവായ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിൽ ദുരൂഹത കാണേണ്ട കാര്യമില്ല. അസന്റിൽ പലരും പല പദ്ധതികളുമായി വരുമെന്നും ധാരണാപത്രം ഒപ്പിടുമെന്നും അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നുമായിരുന്നു പിണറായിയുടെ ന്യായീകരണം. എന്നാൽ ആ കള്ളവും ചെന്നിത്തല പൊളിച്ചു. അസന്റിൽ വയ്ക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്ന പദ്ധതിയാണിത്. അസന്റിൽ വെച്ച് ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് 2020 ഫെബ്രുവരി 28-നാണ്. എന്നാൽ അതിനും 2 വർഷം മുൻപാണ് ന്യൂയോർക്കിൽ വെച്ച് ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ EMCC-കാർ കാണുന്നതും ചർച്ച നടത്തുന്നതും. തൊട്ടടുത്ത വർഷം തന്നെ മത്സ്യനയത്തിൽ മാറ്റം വരുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് EMCC സർക്കാരിന് വിശദമായ കോൺസെപ്റ്റ് രേഖ സമർപ്പിച്ചത്. അതിനു മുമ്പ് ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജ്യോതിലാലുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കോൺസെപ്റ്റ് ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ നയത്തിന് ചേർന്നതല്ല എങ്കിൽ അപ്പോൾ തന്നെ പദ്ധതി തള്ളാമായിരുന്നില്ലേ? എന്തിന് അസന്റിൽ കൊണ്ടുവന്ന MOU ഒപ്പുവെച്ചു? ഇതായിരുന്നു ചെന്നിത്തലയുടെ ചോദ്യങ്ങൾ. അത് ശരിയുമായിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കാനായി പല ചർച്ചകളും രഹസ്യമായി മുമ്പ് നടത്തിയിരുന്നു. ഫിഷറീസ് മന്ത്രിയുമായി മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനുമായും EMCC മേധാവി ഡുവൻ ഇ ഗിരൻസൺ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരവും ചെന്നിത്തല വെളിപ്പെടുത്തി. ആ ചർച്ചയിൽ മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുത്തിരുന്നു. എന്നാൽ യാതൊരു എളുപ്പമില്ലാതെ മേഴ്സിക്കുട്ടിയമ്മ അതും നിഷേധിച്ചു. പക്ഷേ EMCC പ്രസിഡന്റ് ഷിജു വർഗീസ് ഈ കൂടിക്കാഴ്ച ശരിവെക്കുകയാണ് ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു. EMCC-യുടെ വിശ്വാസത്തെക്കുറിച്ച് സംശയം ഉന്നയിച്ചുകൊണ്ട് ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജ്യോതിലാൽ കേന്ദ്ര സർക്കാരിന് കത്തെഴുതി എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നത്. 2019 ഒക്ടോബർ 3-നായിരുന്നു അത്. ജ്യോതിലാലിൻ്റെ കത്ത് കിട്ടിയതനുസരിച്ച് കേന്ദ്ര സർക്കാർ ന്യൂയോർക്കിൽ അന്വേഷണം നടത്തിയിരുന്നതായി അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വെളിപ്പെടുത്തി. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് EMCC ഗ്ലോബൽ കൺസോർഷ്യം എന്ന സ്ഥാപനം കണ്ടെത്താൻ ശ്രമം നടത്തി. ഈ കമ്പനിക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. താൽക്കാലിക വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമായിരുന്നു ഇതെന്ന് അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നും വി മുരളീധരൻ വെളിപ്പെടുത്തി. ഇതോടെ വിവാദം വീണ്ടും ആളിക്കത്തി. EMCC ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണെന്ന കേന്ദ്രത്തിന് വിവരം കിട്ടിയെങ്കിലും അക്കാര്യം സംസ്ഥാനത്തെ അറിയിച്ചില്ല എന്നായിരുന്നു ഇ പി ജയരാജൻ്റെ ന്യായീകരണം. കേന്ദ്രമന്ത്രി മുരളീധരൻ ഒരു രഹസ്യം കിട്ടിയാൽ പോക്കറ്റിൽ വയ്ക്കുകയാണോ വേണ്ടത്, അതോ ഞങ്ങളെ അറിയിക്കുകയാണോ വേണ്ടത് എന്നായിരുന്നു ജയരാജൻ്റെ ചോദ്യം. എന്നാൽ ഒക്ടോബർ 21-ന് ഇമെയിൽ വഴി ഈ വിവരം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. തട്ടിക്കൂട്ട് സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കാനായിരുന്നു പിണറായി സർക്കാരിൻ്റെ പരിപാടിയെന്ന് വി മുരളീധരൻ തുറന്നടിച്ചു. ഇതോടെ സംസ്ഥാന സർക്കാരിൻ്റെ നില കൂടുതൽ പരുങ്ങലിലായി. നഖത്തിനിടയിൽ വരെ കള്ളവും കൊണ്ട് നടക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പിന്നെ തല്ലിക്കൊല്ലാനും അവർക്ക് യാതൊരു മടിയുമില്ല. അവർ പുതിയൊരു നുണ പടച്ചുവിട്ടു. EMCC-യുമായി 400 ട്രോളറുകളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള MOU ഒപ്പിട്ട കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ MD ആയിരുന്ന N പ്രശാന്ത് മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. രമേശ് ചെന്നിത്തലയുമായി പ്രശാന്തിനുള്ള പഴയ ബന്ധം കുത്തിപ്പൊക്കി അത് വിവാദമാക്കി ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു CPM-ന്റെ ശ്രമം. പക്ഷേ പിണറായി വിജയൻ ഈ ന്യായീകരണം ഏറ്റെടുത്തില്ല. ഇപ്പോൾ അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് കുറ്റമായി കാണുന്നില്ല എന്നുമായിരുന്നു പിണറായിയുടെ പക്ഷം. ഒരുപക്ഷെ കൂടുതൽ ചൊറിഞ്ഞ് പുണ്ണാക്കണ്ട എന്നു കരുതി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞതായിരിക്കണം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പ്രശാന്ത് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട് കളക്ടറായി. പിന്നീട് അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി. അത് ഉദ്യോഗസ്ഥരുടെ പ്രൊഫഷണൽ കാര്യമാണ്. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പറഞ്ഞ് ചെന്നിത്തല എതിരാളികളുടെ വായടപ്പിച്ചു.
ഇതിനകം തന്നെ സർക്കാരിൻ്റെ കള്ളക്കളി സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും മനസ്സിലായി. അമേരിക്കൻ കമ്പനിക്ക് കേരളത്തിലെ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്താനുള്ള അനുമതി കൊടുത്താൽ അത് തങ്ങളുടെ ജീവൻ എടുക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിന്ന് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ഫോറം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ വൻ ജനക്കൂട്ടമുണ്ടായി. കേരളത്തിലെ 3 ലക്ഷത്തിലധികമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തകർക്കുകയും മത്സ്യസമ്പത്ത് മൊത്തമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി ഫോറം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. KCBCയും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. രാഷ്ട്രീയ ഭേദമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൂന്തുറയിൽ നിരാഹാര സത്യാഗ്രഹമിരുന്നു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലൂടെ UDF നടത്തിയ തീരദേശ ജാഥകളിൽ പ്രതിഷേധവും രോഷവും ആർത്തിരമ്പി. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും 2020 മാർച്ച് 1 ഒരേ സമയം ആരംഭിച്ച ജാഥകൾ എറണാകുളത്ത് സംഗമിച്ചു. തിരുവനന്തപുരത്തിൻ്റെ തെക്കേയറ്റത്തുള്ള പൊഴിയൂരിൽ നിന്ന് ആരംഭിച്ച തെക്കൻ മേഖലാ ജാഥയ്ക്ക് മുൻ മന്ത്രി ഷിബു ബേബി ജോൺ നേതൃത്വം നൽകി. കാസർഗോഡ് കസബയിൽ നിന്ന് പുറപ്പെട്ട വടക്കൻ മേഖലാ ജാഥ MP-യും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ TN പ്രതാപൻ നയിച്ചു. ഈ 2 ജാഥകളും എറണാകുളത്ത് ഞാറയ്ക്കൽ ജനസാഗരത്തോടെയാണ് സമാപിച്ചത്. ഇതോടെ സർക്കാർ അപകടം മണത്തു. അതോടെ 2021 ഫെബ്രുവരി 22 കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ 400 ട്രോളറുകളുടെ നിർമ്മാണത്തിനും മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണത്തിനും മറ്റുമായി ഒപ്പുവെച്ച 2950 കോടി രൂപയുടെ ധാരണാപത്രം റദ്ദാക്കി. എന്നിട്ടും EMCCക്ക് മത്സ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാനായി ചേർത്തല പള്ളിപ്പുറത്ത് അനുവദിച്ച 4 ഏക്കർ സ്ഥലം റദ്ദാക്കിയില്ല. സ്ഥലം അനുവദിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കമ്പനി പണമടയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ റദ്ദാക്കേണ്ട കാര്യവുമില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ ന്യായം. അതുപോലെ തന്നെ അസന്റിൽ വെച്ച് ഒപ്പിട്ട 5000 കോടിയുടെ മുഖ്യ ധാരണാപത്രവും റദ്ദാക്കിയില്ല. 2020 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന് 6 മാസം മാത്രമേ കാലാവധിയുള്ളൂ എന്നതുകൊണ്ട് റദ്ദാക്കേണ്ട കാര്യമില്ല എന്നും അത് കാലഹരണപ്പെട്ടുകൊള്ളുമെന്നും സർക്കാർ വിശദീകരിച്ചു. അങ്ങനെ പൂർണ്ണമായും ഈ കരാർ ചുരുട്ടിക്കെട്ടി കടലിലെറിഞ്ഞ് സർക്കാർ തടി രക്ഷപ്പെടുത്തി. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഈ പിന്മാറ്റം വൻ വിജയമായിരുന്നു. സൂക്ഷ്മമായി പഠിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ തെളിവുകൾ ഓരോന്നായി പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ ആക്രമണത്തിൽ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയിട്ടും പിടിച്ചു നിൽക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. വിദേശ കപ്പലുകളും ട്രോളറുകളും നമ്മുടെ ആഴക്കടലിനെ കൊള്ളയടിക്കുന്നതിന് എതിരെ ശബ്ദിക്കുന്നവരാണ് CPM. വിദേശ കപ്പലുകൾക്ക് സംയുക്ത സംരംഭം എന്ന നിലയിൽ അനുമതി നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് എതിർക്കുന്നവരാണ് CPMകാർ. പക്ഷേ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ നിലപാടുകളെല്ലാം അവർ മറന്നു. പിണറായി വിജയനും സംഘവും ചെയ്ത ഈ നാണം കെട്ട പരിപാടി ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണമുണ്ടാക്കി. കള്ളങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ കരാറിലേർപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസിനെ ചുമതലപ്പെടുത്തി സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ഇതൊരു പ്രഹസനമായിരുന്നു എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. കരാർ റദ്ദാക്കിയതായി സർക്കാരിൻ്റെ ഔദ്യോഗിക വിശദീകരണം വന്നതിനു ശേഷം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ ഇങ്ങനെ എഴുതി: ആഴക്കടലിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വൈകി ഉദിച്ച ബുദ്ധിയാണ്. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കരാർ റദ്ദാക്കാൻ കഴിയുമായിരുന്നില്ല. യഥാർത്ഥ വസ്തുതകൾ കൃത്യസമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് സർക്കാർ പ്രതിപക്ഷ നേതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. കേട്ടാൽ ഞെട്ടുകയോ ചിരിച്ചു പോവുകയോ ചെയ്യാവുന്ന ബൃഹത്തായ കരാറാണിത്. ട്രോളർ നിർമ്മാണത്തിന് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ധാരണാപത്രം ഒപ്പിട്ടത് വലിയ വികസന കുതിപ്പെന്ന നിലയിൽ കോർപ്പറേഷൻ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടും സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല എങ്കിൽ അന്തിമ കരാറാകുന്നതിന് മുൻപ് അതിൽ നിന്ന് തലയൂരാനായത് ആശ്വാസമാണ്. എന്നാൽ ഈ അബദ്ധത്തിലേക്ക് അഥവാ ചതിയിലേക്ക് തലവെച്ച് കൊടുത്തത് എങ്ങനെ എന്നതിന് വിശദമായ അന്വേഷണം ആവശ്യമാണ്. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഇങ്ങനെയായിരുന്നു: EMCCയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ മറുപടിക്ക് 24 മണിക്കൂർ പോലും ആയുസുണ്ടായില്ല. സ്വന്തം ഓഫീസിൽ മന്ത്രി EMCC പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ഫോട്ടോകൾ തന്നെ തെളിവ്. ആരോപണങ്ങളെ കണ്ണടച്ച് നിഷേധിച്ച വ്യവസായ മന്ത്രി EP ജയരാജന് പള്ളിപ്പുറത്ത് കമ്പനിക്ക് 4 ഏക്കർ സ്ഥലം അനുവദിച്ചു എന്ന് തുറന്നു സമ്മതിക്കേണ്ടി വന്നു. നാവിഗേഷൻ കോർപ്പറേഷൻ EMCCയുമായി ധാരണാപത്രം ഒപ്പിട്ടത് സർക്കാർ അറിഞ്ഞിട്ടില്ലെന്ന്
കോർപ്പറേഷൻ ചുമതലയുള്ള മുഖ്യമന്ത്രി വിശദീകരിച്ചതിനു പിന്നാലെ കമ്പനിയുടെ സിഇഒയെ മുഖ്യമന്ത്രി എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന ഗുരുതരമായ ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയും ചെയ്തു. മത്സ്യനയത്തിൽ നടത്തിയ മാറ്റം EMCCക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നതാണ് ആരോപണം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളും ആയിരക്കണക്കിന് വരുന്ന ബോട്ടുടമകളും ആശ്രയിക്കുന്ന മത്സ്യമേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള പദ്ധതിയാണ് ഇതെന്ന ആരോപണത്തിന് വ്യക്തമായ മറുപടി പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷകരമായ പദ്ധതികൾ നടപ്പിലാക്കില്ലെന്ന മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും ഇത്തരമൊരു പദ്ധതി ധാരണാപത്രം ഒപ്പിടുന്നതുവരെ സംസ്ഥാന മന്ത്രിസഭയോ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മാത്രം ചുമലിൽ ചാരി കൈയൊഴിയുന്ന പതിവ് ശൈലി ആരോപണത്തിന് മറുപടിയാകുന്നില്ല. ഇതായിരുന്നു മലയാള മനോരമയുടെ എഡിറ്റോറിയൽ. ആഴക്കടൽ മത്സ്യബന്ധനം എന്ന കടൽ കൊള്ള നടന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ മത്സ്യസമ്പത്തും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും എന്തായിത്തീരുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന കൂർമ്മബുദ്ധിക്കാരനായ പ്രതിപക്ഷ നേതാവിൻ്റെ, രാഷ്ട്രീയ നേതാവിൻ്റെ മഹിമ. ഇവിടെ ചിന്തിക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ്. രമേശ് ചെന്നിത്തലയെ താഴെയിറക്കിയതിനു ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കയറിയിരിക്കുന്നത് VD സതീശനാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ അധോഗതിക്ക് കാരണക്കാരൻ പിണറായി വിജയനേക്കാൾ VD സതീശനാണ് എന്നുള്ള കാര്യവും വിസ്മരിക്കാൻ കഴിയുന്നതല്ല.